ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉച്ച ഊണിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ബാ. അപ്പോൾ രസമാണ് കേട്ടോ ഇത് കൊടുമ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വഴറ്റിയാണ് എടുത്തിരിക്കുന്നത്. നല്ല മണമായിരുന്നു തിളച്ചപ്പോൾ. അപ്പം മണം പോലെ തന്നെയാണ്, നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ രസത്തിന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ റെസിപ്പി ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പം ബീട്രൂട്ട് തോരൻ രാവിലെ ഇത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഇത് എലിശ്ശേരിയാണ്. എലിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്ക് വൻപയറും കപ്പക്കായും ഇട്ട് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കപ്പക്കായ്ക്ക് നിങ്ങളവിടെയൊക്കെ എന്താണ് പറയുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി എലിശ്ശേരിയാണ്. പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കടുവറുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എലിശ്ശേരി ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ചൂടോടെ ഒരു പാത്രമൊക്കെ എടുത്ത് ഒരു കരണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കോരി കുടിക്കാൻ എന്ത് ടേസ്റ്റിയാണെന്നറിയാമോ. ഞാനത് ചൂടോടെ മാത്രമേ ഈ എലിശ്ശേരി കഴിക്കാറുള്ളൂ. ചോറിൻ്റെ കൂടെ ഞാനത് ഉപയോഗിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇത് എല്ലാവരും ഒട്ടുമിക്ക പേർക്കും ഇത് അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ വൻപയറാണ് ഇതിന് ഏറ്റവും നല്ലത്. വൻപയർ തലേദിവസമേ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കപ്പയ്ക്ക അധികം വലിപ്പവും അധികം ചെറുതുമല്ലാത്ത രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി അടുത്തത് ഞാൻ മീൻകൂട്ടാനാണ്. മീൻകൂട്ടാൻ കുറച്ച് വറ്റിപ്പോയി, പക്ഷെ വറ്റിയ മീൻകൂട്ടാനാണ് കുറച്ചുകൂടി ടേസ്റ്റി. അപ്പോൾ തക്കാളി മുരിങ്ങക്കയും ഒക്കെ ഇട്ടാണ് ഞാൻ ഈ മീൻകൂട്ടാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വാത്തിക്കാരൽ എന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയും, CD മീനെന്നും പറയും. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റിയുള്ള മീനാണ്. അപ്പോൾ അധികം മുള്ളും കാര്യങ്ങളും ഒന്നും ഇതിന് ഇല്ല. അപ്പം കുട്ടികൾക്കും ഇത് നമുക്ക് കൊടുക്കാം. പൊരിച്ച് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ഉണ്ടാകുന്നത്. പക്ഷെ ഞാനിന്ന് പൊരിച്ചില്ല, കൂട്ടാൻ വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കറികളാണ് ഇന്ന് നമ്മൾ ഉച്ചയൂണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇലക്കറികളൊക്കെ കഴിക്കണം കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇപ്പം കർക്കിടകമായതുകൊണ്ട് മുരിങ്ങയില അധികം ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരൻ മുരിങ്ങയില തോരനാണ്. അപ്പോൾ ഞാൻ വേറെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. മീൻ കൂട്ടാനാണ് എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടത്. അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടാക്കും കേട്ടോ. അച്ഛന് കൊടുക്കാനായിട്ട് അമ്മ രാവിലെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, കഴിക്കാറില്ല. അപ്പം അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും, നീ എന്താടി ഈ മീൻ കൂട്ടാനും മാത്രം കൂട്ടി ചോറുണ്ടെന്ന്, നിനക്ക് ആ തോരനൊക്കെ എടുത്ത് കഴിച്ചുകൂടെയെന്ന്. പക്ഷേ എനിക്ക് കഴിക്കാറില്ല. ഞാൻ ഇത്രേ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.